ഹായ് ഹലോ എല്ലാവർക്കും എജർ ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ ഇന്ന് ചെയ്യുന്ന സോപ്പ് എന്ന് പറയുന്നത് സലാഡ് വെള്ളരി ഉണ്ടല്ലോ, ഒരു വെള്ളരി വെച്ചിട്ടാണ് നമ്മളിന്ന് സോപ്പ് ചെയ്യാനായിട്ട് പോകുന്നത്. ഒരുപാട് ഗുണങ്ങളാണ് നമ്മുടെ ഒരു വെള്ളരിക്കുള്ളത്. അപ്പോൾ നമ്മളിത് കഴിക്കാൻ നല്ലതാണ്. അതുപോലെ നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന ഈ കരുവാളിപ്പ്, ചെറിയ പാടുകളൊക്കെ കുറയ്ക്കാനായിട്ട് നല്ലതാണ്. നമ്മൾ ഈ വെള്ളരി നമ്മൾ ചെറിയ കഷ്ണം റൗണ്ടിൽ മുറിച്ചിട്ട് കൺതടങ്ങളിലൊക്കെ വെക്കാറുണ്ടല്ലോ, ഒരു കരുവാളിപ്പൊക്കെ കുറയ്ക്കാനായിട്ട് നല്ല കൂളിംഗ് എഫക്റ്റ് നൽകുന്നൊരു സംഭവമാണ്. അപ്പോൾ എന്തായാലും ഒരു ഇടത്തരം വെള്ളരി ഞാനെടുത്ത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ആ ഒരു വെള്ളമൊക്കെ ടിഷ്യൂ പേപ്പറിൽ തുടച്ച് കളഞ്ഞതിന് ശേഷമാണ് കേട്ടോ ഞാൻ ഈ വെള്ളരി എടുത്തിരിക്കുന്നത്. എന്നിട്ട് അതിൻ്റെ ഒരു ചെറിയൊരു പോർഷൻ മാത്രം നമ്മൾ മുറിച്ചെടുത്തിട്ടുണ്ട്. ഒരു 2 സോപ്പിന് വേണ്ടിയിട്ട് മാത്രമുള്ളതാണ് കേട്ടോ നമ്മളിപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ അത് ഇങ്ങനെ അതിൻ്റെ തോലൊക്കെ ഇതുപോലെ മുറിച്ച് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് നമ്മൾ മിക്സിയുടെ ജാറിലോട്ട് മാറ്റുന്നുണ്ട്. റൗണ്ടായിട്ടാണ് മുറിച്ചെടുത്തിരിക്കുന്നത്. നമ്മളിതിലേക്ക് വേറെ വെള്ളമോ അതുപോലെ ഒരു കാര്യങ്ങളും ചേർക്കേണ്ട ആവശ്യമില്ല. ഓൾറെഡി ഇതിൽ അത്യാവശ്യം നല്ല വെള്ളമുള്ളൊരു സംഭവമാണിത്. അപ്പോൾ ഇത് ഞാൻ അങ്ങനെ ആ ഒരു മിക്സിയുടെ ജാറിലിട്ട് അടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ ഗ്ലൗസും കാര്യങ്ങളൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ ദിവസം മേടിച്ചതായിരുന്നു കേട്ടോ. അപ്പോൾ ഇടാത്തത് കൊണ്ട് ഇങ്ങനെ ഇടുമ്പോൾ ഒരു ചെറിയൊരു ഇറിറ്റേഷൻ പോലെ തോന്നുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഞാനൊരു ഗ്ലൗസൊക്കെ ഊരി മാറ്റുന്നുണ്ട്. അപ്പോൾ ഇത് അങ്ങനെ നമ്മുടെ ഒരു വെള്ളരിയുടെ ജ്യൂസ് നമ്മൾ അരിച്ച് കൊണ്ടുവന്നേക്കണം കേട്ടോ. ഇനി ഒരു മെഷറിംഗ് കപ്പിന് എന്തോരം ജ്യൂസ് കിട്ടിയിട്ടുണ്ടെന്ന് നോക്കാം. ഇനി ഇതുപോലത്തെ മെഷറിംഗ് കപ്പ് ഇല്ല എന്നുണ്ടെങ്കിൽ ചെറിയ മക്കളൊക്കെ വീട്ടിലുണ്ടെങ്കിൽ അവരുടെ ഒരു മരുന്ന് കൊടുക്കുന്ന ഒരളക്കം ഉണ്ടല്ലോ, ആ ഒരു അളക്കിൽ നമുക്ക് അളന്നെടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു 60 ml മെഷറിംഗ് കപ്പാണ്. അതിനൊരു 20 ml ജ്യൂസാണ് കേട്ടോ നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ജ്യൂസ് മുഴുവനായിട്ടൊന്നും എടുക്കുന്നില്ല, 2 സോപ്പിന് വേണ്ടിയിട്ടുള്ളത് മാത്രമാണ് എടുക്കുന്നുള്ളൂ കേട്ടോ. ബാക്കി നമുക്ക് ജെല്ലൊക്കെ ഉണ്ടാക്കാനായിട്ട് എടുക്കാവുന്നതാണ്. അപ്പോൾ അത് ഞാൻ ആ ഒരു 2 സോപ്പിന് വേണ്ടിയിട്ടുള്ള ജ്യൂസ് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ നമ്മുടെ വെജ് ഗ്ലിസറിനാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. വീണ്ടും അതിലേക്ക് ഒരു 2 വൈറ്റമിൻ ഇയുടെ ക്യാപ്സ്യൂൾ ചേർത്ത് കൊടുക്കാവുന്നതാണ്. വൈറ്റമിൻ ഇയുടെ ക്യാപ്സ്യൂളിന് പകരം നമുക്ക് വൈറ്റമിൻ ഇയുടെ ഓയിൽ കിട്ടും. അതൊക്കെ ആണെങ്കിൽ ഒരു 2-3 ഡ്രോപ്സൊക്കെ ചേർത്താൽ മതിയാകും. അടുത്തായിട്ട് ഞാൻ അതിലേക്ക് ഒരു 1/4 ടീസ്പൂണിൻ്റെ അടുത്ത് നമ്മുടെ തേനുണ്ടല്ലോ, ആ ഒരു തേനും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. തേനൊക്കെ നമ്മുടെ സ്കിന്നിന് വളരെയധികം നല്ലതാണ്. അപ്പോൾ അത് തേനും ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ നമ്മുടെ മിക്സിങ് നല്ല രീതിയിൽ തന്നെ ചെയ്ത് കൊടുക്കണം. മിക്സിങ് നന്നായിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു തേനൊക്കെ ഇങ്ങനെ മിക്സ് ആവാതെ ഇങ്ങനെ കട്ട കെട്ടിയ പോലെ ഇങ്ങനെ കിടക്കാനായിട്ട് ചാൻസ് ഉണ്ട്. ഇപ്പോഴും നമുക്ക് ഒരുപാട് വരുന്നൊരു മെസ്സേജാണ് നമ്മുടെ സോപ്പ് ഉണ്ടാക്കിയിട്ട് കട്ടിയായി കിട്ടുന്നില്ല എന്നുള്ളത്. നമ്മൾ എടുക്കുന്ന ഒരു മെഷർമെൻറ്റ്, ഇപ്പോൾ ജ്യൂസ് വെച്ചിട്ടാണ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ എടുക്കുന്ന ഒരു മെഷർമെൻറ്റ് കറക്റ്റ് ആവാതെ വരുമ്പോഴാണ് സോപ്പ് പെട്ടെന്ന് അരഞ്ഞു പോകുന്നത്, അതുപോലെ സോപ്പിന് കട്ടിയില്ലാതെ വരുന്നതൊക്കെ. അപ്പോൾ ഇതാണ് നമ്മൾ ഉപയോഗിക്കുന്ന പാരബൻ സൾഫേറ്റ് ഫ്രീ ആയിട്ടുള്ള ഗ്ലിസറിൻ്റെ സോപ്പ് ബേസ്. അപ്പോൾ സോപ്പ് ബേസൊക്കെ ഞാൻ ഓൾറെഡി നേരത്തെ തന്നെ ഇങ്ങനെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ച് ഒരു കവറിൽ ഇങ്ങനെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. പെട്ടെന്ന് ഓർഡറൊക്കെ കിട്ടുമ്പോൾ വേഗം ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ട്ടോ നമ്മളിങ്ങനെ സമയം കിട്ടുമ്പോൾ ഇതുപോലെ ഇങ്ങനെ ചെറിയ ചെറിയ പീസുകളാക്കി മുറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇങ്ങനെ മുറിച്ച് വെക്കുന്നതെന്ന് പറയുന്നത് നമുക്ക് പെട്ടെന്ന് സോപ്പിൻ്റെ ബേസ് മെൽറ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെറിയ ചെറിയ ക്യൂബുകളാക്കി മുറിച്ച് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ ആദ്യമേ തന്നെ ഒരു വെയിറ്റിംഗ് മെഷീൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ തുടക്കക്കാരാണെങ്കിൽ കൂടിയും ഇതുപോലത്തെ ഒരു വെയിറ്റിംഗ് മെഷീൻ മേടിക്കുന്നത് വളരെയധികം ഉപകാരപ്രദമായിട്ടുള്ള ഒന്നാണ് കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യമേ തന്നെ പാത്രം വെച്ച് പാത്രത്തിൻ്റെ വെയിറ്റ് ഒന്ന് മൈനസ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് ഒരു കറക്റ്റ് 200 ഗ്രാമാണ് കേട്ടോ ഞാൻ സോപ്പ് ബേസ് എടുത്തിരിക്കുന്നത്. 200 എന്നുള്ളത് ഒരു 205, 6 ഒരു 5-6 ഗ്രാമൊക്കെ കൂടുതലെടുത്താലും കുഴപ്പമൊന്നുമില്ല. എന്തായാലും നമ്മൾ സോപ്പ് ഉണ്ടാക്കി വരുമ്പോൾ അതിൽ പാത്രത്തിൽ കുറച്ചൊക്കെ പറ്റി പിടിച്ച് പോകാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ കറക്റ്റ് 200 എടുത്തു കഴിഞ്ഞാൽ ആ ഒരു കറക്റ്റ് 100 ഗ്രാം എന്നുള്ള സോപ്പ് കിട്ടത്തില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഒരു 5-6 ഗ്രാമൊക്കെ കൂടുതലെടുക്കാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഇതിലൊരു കറക്റ്റ് 200 എടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് കിട്ടിയേക്കണ ഓർഡറൊന്നുമല്ല കേട്ടോ, അത് നമ്മുടെ വീട്ടിലെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ചെയ്യുന്ന സോപ്പായതുകൊണ്ടാണ് കേട്ടോ ഞാൻ കറക്റ്റ് 200 ഗ്രാം എടുത്തിരിക്കുന്നത്. ആ ഒരു സോപ്പിൻ്റെ ബേസ് നമ്മൾ മെഷർമെൻറ്റ് എടുക്കുന്ന ആ ഒരു ടൈമിൽ തന്നെ നമ്മളിവിടെ വെള്ളം ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. സമയം വെറുതെ കളയണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ്. അപ്പോൾ ഇനി നമ്മൾ സോപ്പിൻ്റെ ബേസ് എടുത്ത് കുറേ സമയം പോയി, പിന്നെ വെള്ളം ചൂടാവാനായിട്ട് അങ്ങനെ കുറേ സമയം കളഞ്ഞു. അപ്പോൾ പെട്ടെന്ന് കാര്യങ്ങൾ തീർക്കാൻ വേണ്ടിയിട്ടാണ് വെള്ളം നേരത്തെ തന്നെ ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു ഡബിൾ ബോയിൽ മെത്തേഡ് പ്രകാരമാണ് നമ്മൾ സോപ്പിൻ്റെ ബേസ് മെൽറ്റ് ചെയ്തെടുക്കുന്നത്. എല്ലാ കൂട്ടുകാർക്കും അറിയാവുന്നതാണെങ്കിൽ കൂടി നമ്മുടെ പുതുതായിട്ട് കുറേ കൂട്ടുകാർ ഈ സംരംഭത്തിലോട്ട് ഇറങ്ങി തിരിച്ചിട്ടുണ്ടാവുമല്ലോ, അവർക്കും കൂടെ വേണ്ടിയിട്ടാണ് പറഞ്ഞു തരുന്നത്. അപ്പോൾ നമ്മൾ ഇതുപോലത്തെ ഒരു പിടിയൊക്കെ ഉള്ള പാത്രത്തിൽ നമ്മൾ എടുക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്.
ലോ ഫ്ലെയിമിലാണ് വെക്കാനായിട്ട് പാടുള്ളൂ. അപ്പോൾ ഇത് അങ്ങനെ നമ്മുടെ സോപ്പിൻ്റെ ബേസ് എല്ലാം നന്നായിട്ട് മെൽറ്റായിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ജ്യൂസും ചേർത്തിട്ടുള്ള ഓയിൽ എല്ലാം കൂടിയിട്ട് ഒരു 10 ml ആണ് വന്നിരിക്കുന്നത്. എന്നിട്ട് നമ്മൾ വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരുപാട് ഇളക്കരുത് കേട്ടോ, ഇളക്കുമ്പോഴാണ് ഇങ്ങനെ പതവന്ന് കൂടുന്നത്. അപ്പോൾ അത് ഒന്ന് ജസ്റ്റ് അത് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോഴും ലോ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. നമ്മൾ ഒഴിച്ചിരിക്കുന്ന ജ്യൂസ് ആ ബേസായിട്ട് നന്നായിട്ട് മിക്സ് ആകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുന്നത്. പിന്നെ നമ്മൾ സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം ഫ്രാഗ്രൻസ് ഓയിൽ ചേർക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് കുക്കുംബറിന് തന്നെ ഫ്രാഗ്രൻസ് ഓയിലാണ്. അപ്പോൾ ആദ്യമേ തന്നെ കുറച്ച് ചേർത്ത് നോക്കാം, എന്നിട്ട് സ്മെല്ലൊക്കെ ഉണ്ടോ എന്ന് നോക്കിയിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ചേർക്കാവുന്നതാണ് കേട്ടോ. 1 കിലോ ബേസിലേക്ക് നമുക്ക് 20 ml വരെ സ്മെല്ല് ചേർക്കാവുന്നതാണ്. നമ്മൾ മേടിക്കുന്ന ഒരു റേറ്റ് അനുസരിച്ച് നമുക്കറിയാമായിരിക്കുമല്ലോ സ്മെല്ല് എന്തോരം ചേർക്കണ്ടെന്നുള്ളത്. അപ്പോൾ ഇത് അങ്ങനെ സ്മെല്ലും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് സ്മെല്ല് ചെയ്ത് നോക്കുന്നതാണ് കേട്ടോ. അപ്പോൾ കുറച്ചും കൂടെ സ്മെല്ല് വേണമെന്ന് തോന്നി. അപ്പോൾ അതുകൊണ്ട് വീണ്ടും ഞാൻ കുറച്ചും കൂടെ ഫ്രാഗ്രൻസ് ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഈ ഒരു ഓവൽ ഷേപ്പിലുള്ള മോഡിലാണ് നമ്മൾ ഒഴിച്ച് കൊടുക്കുന്നത്. ഇത് ഓൾറെഡി നേരത്തെ തന്നെ ഞാൻ 2 സോപ്പ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് റോസിൻ്റെ സോപ്പാണ് കേട്ടോ. റോസ് പെറ്റൽസ് വെച്ച് ചെയ്തിരിക്കുന്നതാണ്. ഫ്രഷ് റോസ്, നമ്മുടെ പനിനീർ പൂവുണ്ടല്ലോ, അത് വെച്ചിട്ട് ചെയ്തിരിക്കുന്ന സോപ്പാണ് കേട്ടോ അത്. അപ്പോൾ അത് അങ്ങനെ നമ്മുടെ മോൾഡിലോട്ട് ഒഴിച്ച് കൊടുക്കാൻ പോവുകയാണ്. സിലിക്കൺ മോൾഡാണ്. ഈ മോൾഡിൽ നമ്മൾ എണ്ണ തടവേണ്ട ഒരാവശ്യമില്ല. നമ്മൾ ഇത് സോപ്പ് സെറ്റായി കഴിയുമ്പോൾ തന്നെ നമുക്ക് പെട്ടെന്ന് മോൾഡിൽ നിന്ന് റിമൂവ് ചെയ്തെടുക്കാവുന്നതാണ്. ഇതിൽ എണ്ണ തടവേണ്ട ആവശ്യമൊന്നുമില്ല. കുറേ കൂട്ടുകാർ നമ്മുടെ അടുത്ത് ഇങ്ങനെ ചോദിക്കാറുണ്ട് എണ്ണ തടവണമെന്നുള്ളത്. അപ്പോൾ അത് നമ്മുടെ ഒരു മിക്സിങ് കൂടെ കൂട്ടിയിട്ട് നമ്മൾ അതിലോട്ട് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഒരു മോൾഡിലോട്ട് ഒഴിക്കാൻ വെച്ചൊരു നേരത്താണ് ഒരു കോൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു കോളിൽ സംസാരിച്ചിരിക്കുമ്പോഴേക്കും ഇത് നമ്മുടെ ഒരു സോപ്പിൻ്റെ ബേസിലായിട്ട് ചെറിയൊരു പാട കെട്ടിയ പോലെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ മെൽറ്റ് ചെയ്യാനൊന്നും നിന്നില്ല. അപ്പോൾ എന്തായാലും വേഗം നമ്മളത് മോൾഡിലോട്ട് ഒഴിച്ചിട്ടുണ്ട്. ഇനി നമ്മളിത് 3 മണിക്കൂറിന് ശേഷം മാത്രമാണ് മോൾഡിൽ നിന്ന് റിമൂവ് ചെയ്തെടുക്കുന്നുള്ളൂ. ഏകദേശം ഒരു മണിക്കൂറിനുള്ളിൽ തന്നെ സോപ്പൊക്കെ നല്ല സെറ്റായി വരുന്നതായിരിക്കും. എങ്കിൽ കൂടിയും ഒരു 3 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് ഞാൻ മോൾഡിൽ നിന്ന് റിമൂവ് ചെയ്തെടുക്കാറുള്ളൂ. റൂം ടെമ്പറേച്ചറിൽ വെച്ചാൽ മതിയാകും. വെയിലത്ത് വെക്കേണ്ട ആവശ്യമില്ല, അതുപോലെ ഫ്രിഡ്ജിൽ വെക്കേണ്ട ഒരു ആവശ്യമില്ല. ഇങ്ങനെയൊക്കെ നമ്മുടെ അടുത്ത് ചോദിച്ചിട്ടുള്ളത് കൊണ്ടാണ് കേട്ടോ നമ്മളിങ്ങനെ പറയുന്നത്. ഫ്രിഡ്ജിൽ വെക്കണോ സെറ്റാവാൻ, അതുപോലെ അങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട്. പിന്നെ ഈ സോപ്പിൻ്റെ മുകളിൽ വരുന്ന പത നമുക്ക് കളയാനായിട്ട് റബ്ബിംഗ് ആൽക്കഹോൾ സ്പ്രേ ചെയ്യാവുന്നതാണ്. ഇനി അത് ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് സ്പൂൺ ഉപയോഗിച്ച് ജസ്റ്റ് ഒന്ന് കോരി മാറ്റാവുന്നതാണ് കേട്ടോ. ആ ഒരു മിക്സ് ഒഴിച്ചിട്ട് അപ്പം തന്നെ ഒന്ന് കോരി മാറ്റാവുന്നതാണ്. അപ്പോൾ കോരി മാറ്റുമ്പോഴൊരു പ്രശ്നം എന്ന് പറയുന്നത് നമ്മുടെ സോപ്പിൻ്റെ വെയിറ്റ് കുറയുന്നതാണ്. ഇപ്പോൾ ഒരു കറക്റ്റ് 100 ഗ്രാമിൻ്റെ സോപ്പാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അത് ഒരു 1-2 ഗ്രാമൊക്കെ കുറഞ്ഞു പോകാനായിട്ട് ചാൻസ് ഉണ്ട്. ഇപ്പോൾ ഞാനതുകൊണ്ട് ഇപ്പോൾ സ്പ്രേയും ചെയ്യുന്നില്ല, അതുപോലെ സ്പൂൺ ഉപയോഗിച്ച് ഇങ്ങനെ കോരി മാറ്റുന്നുമില്ല കേട്ടോ. അപ്പോൾ അത് അങ്ങനെ 3 മണിക്കൂറൊക്കെ കഴിഞ്ഞ് നമ്മൾ മോൾഡിൽ നിന്ന് നമ്മുടെ ആ ഒരു കുക്കുംബറിൻ്റെ സോപ്പ് റിമൂവ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു ലൈറ്റ് ക്രീം കളർ പോലെയാണ് കേട്ടോ നമ്മുടെ ഒരു സോപ്പ് കിട്ടിയിരിക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ ആ ഒരു കുക്കുംബർ കട്ട് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഒരു തോലുണ്ടല്ലോ, ആ ഒരു തോലോട് കൂടി തന്നെ എടുക്കുകയാണെങ്കിൽ ചെറിയൊരു ഗ്രീൻ കളറോട് കൂടി നമ്മുടെ സോപ്പ് കിട്ടുന്നതായിരിക്കും. പിന്നെ നമുക്ക് കളറ് ചേർക്കണമെന്നുള്ളവരാണെങ്കിൽ നമ്മൾ ആ ഒരു സ്മെല്ലൊക്കെ ചേർക്കാനായിട്ട് സോപ്പിൻ്റെ ഒരു മിക്സ് വാങ്ങി വെക്കുന്ന നേരമുണ്ടല്ലോ, ആ ഒരു നേരത്ത് നമുക്ക് കളറ് ചേർത്തിട്ട് നമുക്ക് ഫ്രാഗ്രൻസ് ഓയിൽ ചേർത്ത് മിക്സ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എന്തായാലും നമ്മളിതിൽ വേറെ പ്രിസർവേറ്റീവോ അതുപോലെ കളറോ ഒന്നും ചേർത്തിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ ഷെൽഫ് ലൈഫ് ഏകദേശം ഒരു 2-3 മാസമൊക്കെയാണ് വരുന്നത്. 2-3 മാസം പറഞ്ഞാലും ചിലപ്പോൾ അതിൽ കൂടുതൽ കിട്ടാനായിട്ട് ചാൻസ് ഉണ്ട്. നമ്മളതിൽ ചേർക്കുന്ന ഓരോ ഇൻഗ്രീഡിയൻസിൻ്റെയും ക്വാളിറ്റി അനുസരിച്ചിരിക്കും നമ്മുടെ സോപ്പ് എത്ര നാളിരിക്കും എന്നുള്ളത്. അപ്പോൾ അത് ഞാൻ അങ്ങനെ ഇത് ക്ലിങ് ഫിലിം വെച്ച് കവർ ചെയ്തിട്ടുണ്ട്. നമ്മൾ സോപ്പ് മോൾഡിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ അത് ക്ലിങ് ഫിലിം വെച്ച് കവർ ചെയ്യുന്നതാണ് വളരെയധികം നല്ലത്. അപ്പോൾ ഒരു ലൈറ്റ് ക്രീമായിട്ടാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും സോപ്പിൻ്റെ ബേസുകളോ ആവശ്യമുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. സബ്സ്ക്രൈബ് ചെയ്യാതെ നമ്മുടെ ചാനൽ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.